അമേരിക്കയ്ക്കെതിരെ ആ രണ്ട് വലിയ ശത്രുക്കൾ ഒന്നിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ചൈന സന്ദർശിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പോയ ഉടനെ ചൈന അമേരിക്കയുടെ മുഖ്യ ശത്രുവായ സുഹൃത്തിനൊപ്പം കിഷ്ടി പാചകം ചെയ്യാൻ തുടങ്ങുമെന്ന് ട്രംപ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിൽ കണ്ണുവച്ചിരിക്കുന്ന അമേരിക്ക ഈ രണ്ട് രാജ്യങ്ങളിലും യഥാർത്ഥ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം വാഷിംഗ്ടൺ ഈ രണ്ട് രാജ്യങ്ങളുടെ മിസൈലുകളുടെ പരിധിയിലാണ് എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നത്. അതായത് ട്രംപിന്റെ ഏറ്റവും വലിയ ശത്രു അതാരാണ്? അത് ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നാണ്. കിം ജോങ് ഉന്നുമായി ചേർന്ന് ചൈന പല പദ്ധതികളും മെനയുന്നു എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. കിം ജോങ് ഉൻ പുതിയ ആണവ സാമഗ്രി ഉൽപാദന കേന്ദ്രം സന്ദർശിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പുതിയ ആണവ സാമഗ്രി ഉൽപാദന കേന്ദ്രം സന്ദർശിക്കുകയും രാജ്യത്തിന്റെ ആണവായുധ ശേഖരം വേഗത്തിലും എണ്ണിയാലൊടുങ്ങാത്ത വിധം വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ബുധനാഴ്ച കിം രഹസ്യ ആണവ കേന്ദ്രം പരിശോധിക്കുകയും ശാസ്ത്രജ്ഞരുമായും ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതായി സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉത്തര കൊറിയയുടെ സംസ്ഥാന വാർത്താ ഏജൻസിയായിട്ടുള്ള KCNA സന്ദർശനം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ സൗകര്യത്തിന്റെ സ്ഥലമോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ്. അവിടെയാണ് ആണവായുധങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഉത്തര കൊറിയയുടെ ആയുധ ഗ്രേഡ് ആണവ സാമഗ്രി ഉൽപാദന ശേഷി ഇരട്ടിയിലധികമായി വർദ്ധിച്ചതായി കിം ജോങ് ഉൻ അവകാശപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന് രാജ്യത്തെ ആണവ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഉടൻ തന്നെ ഇവിടെ സന്ദർശിക്കാൻ പോകുന്ന സമയം കിം ജോങ് ഉൻ തന്റെ രാജ്യത്തിന്റെ ആയുധങ്ങൾ നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ധാരാളം സെൻട്രിഫ്യൂജ് മെഷീനുകൾ പ്രദർശിപ്പിച്ചിരുന്നു. ലോകത്ത് വർദ്ധിപ്പിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികളും അനിശ്ചിതത്വ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ആണവ പ്രതിരോധം തുടർച്ചയായി ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് കിം പറഞ്ഞു. ആണവ പദ്ധതി കുറയ്ക്കാനോ നിർത്താനോ ഉത്തര കൊറിയയ്ക്ക് ഒരു മനോഭാവമില്ലെന്നും അദ്ദേഹം വ്യക്തമായി സൂചിപ്പിച്ചു. ആണവ ശക്തികളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന യോഗവും അതേ ദിവസം നടന്നു. ഈ യോഗത്തിൽ ആണവായുധ പദ്ധതി വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പുതിയ കർമ്മ പദ്ധതി കിം ജോങ് ഉൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ചൈനയുടെ ഈ സുഹൃത്ത് അമേരിക്കയുമായുള്ള സംഘർഷം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നിയമം.